ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫോം ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ശരിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ ഈസ്റ്റും ആ വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുവാണ് കേട്ടോ. എനിക്കിവിടെ വെള്ളം തികഞ്ഞില്ല, അപ്പം ഞാൻ ഒരു ശകലം കൂടി ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുവാണ്. ഒരു ലൂസുള്ളൊരു ഡോ ആക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം, ചപ്പാത്തി മാവൊക്കെ പോലെ. ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ശകലം വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞതും ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞതും പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒരു സവോള ചെറുതാക്കി എരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കൻ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അത് നോക്കണം. ഒന്ന് വാടി വന്നപ്പോൾ ഒരു ശകലം മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ശകലം കുരുമുളക് പൊടി, ഇതൊരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണ്ട. ഞാൻ അല്ലാണ്ട് ഒന്ന് ജസ്റ്റ് അരഞ്ഞു പോകരുത്, കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്കിതേപോലെ കൈ കൊണ്ട് ആക്കിയെടുത്താലും മതി. ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്ത് കേട്ടോ. അതിനുശേഷം നമ്മളിത് മാറ്റി വെച്ചേക്കുന്ന 2 മണിക്കൂറിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ മാവ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഈ ബോളിൽ നിന്ന് ഓരോന്ന് ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിങ്ങനെ വട്ടത്തിൽ പരത്താണ്ട് ഒന്ന് നീളത്തിൽ പരത്തുവാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നീളത്തിലൊന്ന് പരത്തിയതിന് ശേഷം നടുക്കോട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതതിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി അടിഭാഗവും മോൾഭാഗവും ഒന്ന് മടക്കി ഇനി ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ വലിഞ്ഞ് കിട്ടും. മൈദയും കൂടി ആയതുകൊണ്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വലിഞ്ഞ് വന്നോളും. നമുക്കിങ്ങനെ മടക്കി എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി ഒന്ന് ഒട്ടിച്ച് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് മൈദമാവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്താലും മതി. അതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ച് വിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ.